ഇപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കാസർഗോഡുള്ള അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു. എനിക്കും നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും. പിന്നെ കോപ്പി ടു വി.ഡി. സതീശൻ എന്ന് എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത്, വേറൊരു മഷിയിലാണ് എഴുതിയേക്കണത്. അദ്ദേഹം എഴുതിയേക്കണ മഷി ആ കത്തിലല്ല. അന്ന് ഞാൻ ചോദിച്ചില്ല, അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയാവാം, എനിക്ക് കുഴപ്പമില്ല. KPCC പ്രസിഡന്റിന് കൊടുക്കുന്ന ഒരു കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ച് എനിക്കെന്താ അതിൻ്റെ അകത്ത് പ്രശ്നം, എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങളെല്ലാവരും വായിച്ചാണല്ലോ ആ കത്ത്, ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഞാൻ എന്താണത് ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. അതാണ് ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ചോദിക്കുകയാണേ, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സ്വാഭാവികമായിട്ട് അവർ പ്രകോപിതരാവില്ലേ? എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ. അല്ലല്ല എൻ്റെ കയ്യിൽ 2 ദിവസം മുമ്പാണ്. എന്നിട്ടിപ്പോൾ ഞാൻ പറയുന്ന കേക്ക് അത് ഞാൻ പറഞ്ഞില്ല അല്ലല്ല കേക്ക് എൻ്റെ കയ്യിൽ 2 ദിവസം മുമ്പ് കത്ത് കിട്ടി, ഞാൻ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ല. എന്നിട്ടൊരു മാധ്യമ പ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തുന്നത്? എന്നിട്ട് അവരെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടു നോക്ക്, ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങളോട് പറയാം കിട്ടിയിട്ടില്ല എന്ന്? ഞാനിപ്പോൾ കിട്ടിയെന്നല്ലേ പറഞ്ഞത്. ആദ്യമായിട്ടാണ് നിങ്ങളിത് എന്നോട് ചോദിക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല. എന്നോട് അവർ പറഞ്ഞത് KPCC പ്രസിഡന്റിന് ഒരു കത്തയച്ചു, അതിൻ്റെ ഒരു കോപ്പി സാറിന് തരുന്നുവെന്ന് 2 ദിവസം മുമ്പാണ്. എന്നിട്ട് പറഞ്ഞു 10 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, സാർ എല്ലാവരോടും സംസാരിക്കുക. ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസത്തിന് മുമ്പ് കത്ത് അവർ തന്നെ പുറത്തു വിട്ടു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, അന്വേഷിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവർ കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? ഞങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല, ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു തീരുമാനം എടുക്കണ്ടേ? അവർ ഇന്നലെ പുറത്തു വിട്ടു. 2 ദിവസം മുമ്പ് തന്ന കത്ത KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് വന്നില്ല. എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? KPCC പ്രസിഡന്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? ഞാൻ പറഞ്ഞില്ല ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല ചില ഭാഗം. ഞാനത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം മനസ്സിലാക്കിയെന്ന് ഞാൻ അഭിനയിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കത്തിലുണ്ടാവും. അത് ചിലപ്പോൾ ആ വാചക ഘടന കൊണ്ടും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തത കുറവുണ്ട്. നിങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം മക്കളായിട്ട് സംസാരിച്ചാണല്ലോ. ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതല്ലേ ചെയ്യേണ്ടത്. ഇല്ലാതെ ഇത് മേടിച്ച് വെച്ചിട്ട് അത് വായിച്ചു നോക്കാതെ ശരി എന്ന് പറഞ്ഞ് അയക്കുകയല്ല ചെയ്തത്. അവരുടെ മുമ്പിലിരുന്ന് ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ ഞാൻ വായിച്ച് നോക്കി. അല്ലേ മര്യാദ? അത്രയും. ആ കാര്യത്തിൽ ഞാൻ ആദ്യം മറുപടി പറഞ്ഞാണല്ലോ, പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഞാൻ വളരെ ക്ലിയറായിട്ടൊരു കാര്യം മറുപടി പറഞ്ഞു. അതാണ് മറുപടി. നിങ്ങൾ 2ാമതും 3ാമതും ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് മാറ്റി പറയുമോ? എന്തിനാണ് നിങ്ങളങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിന്ന് തരുന്നതുകൊണ്ടല്ലേ. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കില്ലല്ലോ. ഞാൻ നിന്ന് തരുന്നതുകൊണ്ടല്ലേ ഒരേ ചോദ്യം അങ്ങ് 3ാമത്തെ പ്രാവശ്യമാണ് എന്നോട് ചോദിച്ചു.